നമസ്കാരം. ഏവർക്കും വിദ്യാസാഗർ മിത്രമലയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ 13ാമത്തെ പാരഗ്രാഫ് വരെ നമ്മൾ പഠിച്ചു. 13ാമത്തെ പാരഗ്രാഫ് വരെ നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാനായിട്ടുള്ളത് 14ാമത്തെ പാരഗ്രാഫാണ്. അതായത് 4 ഭാഗങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തു. കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. ഇത് 5ാം ഭാഗം വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. 14ാമത്തെ പാരഗ്രാഫ്. ഓക്കെ, ശ്രദ്ധിക്കുക. The cage on the lorry was covered. When the cover was removed, we were surprised to see not one, but 2 well-fed and robust tigers. I decided to play it safe. Mr. Thornton explained, if one doesn't get it right, we can use the other. നോക്കൂ, 14ാമത്തെ പാരഗ്രാഫ് അത്രയേ ഉള്ളൂ. എന്താണ് പറയുന്നത്? ദ കേജ് ഓൺ ദി ലോറി വാസ് കവേഡ്. അപ്പോൾ എന്താണ് സംഭവം? അപ്പോൾ മിസ്റ്റർ തോററ്റ് എന്താണ് ഈ ലോറിയിൽ കടുവയുമായിട്ടൊക്കെ വരാൻ പോവുകയാണ്. വന്നു. നോക്കൂ, അവിടെ മുതലാണ് ഇനി പറയാൻ പോകുന്നത്. ദ കേജ് ഓൺ ദി ലോറി വാസ് കവേഡ്. അപ്പോൾ ലോറിയിലുള്ള നമ്മുടെ കടുവയുടെ ആ കൂട് എന്തിരിക്കുകയാണ്? കടുവയെ കൊണ്ടുവന്ന ആ കൂട് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് കടുവയുമുണ്ട്. വെൻ ദി കവർ വാസ് റിമൂവ്ഡ്, അതിൻ്റെ കവർ ഒന്ന് മാറ്റിയ സമയത്ത് വി വെയർ സർപ്രൈസ്ഡ് ടു സീ നോട്ട് വൺ. നമ്മളെന്താണ്? We were surprised to see not one but 2 well-fed and robust tigers. അതിൻ്റെ കവറൊന്ന് മാറ്റി കാണിച്ച സമയത്ത് നമ്മൾ വളരെ ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ നോക്കി നിന്നപ്പോൾ കണ്ടത് ഒരു കടുവയല്ല, but 2 well-fed and robust tigers. 2 ടൈഗറുകളാണ്. എങ്ങനെയുള്ളത്? നന്നായിട്ട് ആഹാരം കൊടുത്ത, നന്നായിട്ട് റോബസ്റ്റ് ആരോഗ്യമുള്ള 2 ടൈഗേഴ്സിനെയാണ് ആര് കൊണ്ടുവന്നിരിക്കുന്നത്? മിസ്റ്റർ തോററ്റ് ഷൂട്ടിംഗ് പ്ലേസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കൂ, ഐ ഡിസൈഡ് ടു പ്ലേ ഇറ്റ് സേഫ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്തു? ചോദിച്ചു. ഞാനെന്ന് പറയുമ്പോൾ ആരാണ്? സത്യത്രേ. ചോദിച്ചു. എന്തായിരിക്കും ചോദിച്ചിട്ടുള്ളത്? എന്തിനാ 2 കൊണ്ടുവന്നത് എന്നുള്ള കാര്യമായിരിക്കും ചോദിച്ചത്. മിസ്റ്റർ തോററ്റ് എക്സ്പ്ലൈൻഡ്. മിസ്റ്റർ തോററ്റ് വിശദീകരിച്ചു. ഇഫ് വൺ ഡസൻറ്റ് ഗെറ്റ് ഇറ്റ് റൈറ്റ്, ഒരെണ്ണം പറയുന്നത് പോലെ കേട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരെണ്ണം നന്നായിട്ട് ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യാം? വി ക്യാൻ യൂസ് ദ അതർ. നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊന്നിനെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ കടുവയെ 2 കൊണ്ടുവന്നപ്പോൾ സത്യത്രയ്ക്ക് സംശയമായി. അദ്ദേഹം ചോദിച്ച് ക്ലിയറാക്കാൻ തോന്നി. എന്തിനാ 2 കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോൾ മിസ്റ്റർ തോററ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. എന്താണ്? ഒരെണ്ണം നന്നായിട്ട് ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2ാമത്തേനെ ഉപയോഗിക്കാം. നോക്കൂ, 15ാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. We mounted the camera on its tripod and placed it so that it faced the bamboo grove. The audience was instructed to get behind the camera and to stand as far back as possible. We had to stay relatively close to the bamboo grove, and Gooby and Faga too had to be within yards of the camera, for it was necessary to have at least one shot that showed them together with the tiger. നോക്കൂ, 15ാമത്തെ പാരഗ്രാഫ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. We mounted the camera on its tripod and placed it so that it faced the bamboo grove. എന്താ അർത്ഥം? വി മൗണ്ടഡ് ദ ക്യാമറ. നമ്മൾ എന്ത് ചെയ്തു? ക്യാമറ എടുത്ത് വെച്ചു, കയറ്റി വെച്ചു. എവിടേക്ക്? ഓൺ ഇറ്റ്സ് ട്രൈപോഡ്. ട്രൈപോഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം 3 legged സ്റ്റൂൾ. ക്യാമറ വയ്ക്കുന്ന സ്റ്റാൻഡിനെ വിളിക്കുന്ന പേരാണ് ട്രൈപോഡ്. അപ്പോൾ ക്യാമറ എന്ത് ചെയ്തു? അതിൻ്റെ ട്രൈപോഡിലേക്ക് ഇങ്ങനെ എടുത്ത് എന്ത് ചെയ്തു? കയറ്റി വെച്ചു. ട്രൈപോഡ് 3 legged സ്റ്റൂൾ, 3 കാലുള്ള ഒരു സ്റ്റൂൾ. അതാണ് ട്രൈപോഡ്. നമുക്കറിയാം, ട്രൈപോഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കല്യാണ വീടുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവർ ക്യാമറ വെച്ചേക്കുന്ന ആ ഒരു സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടല്ലോ. അതാണ് ട്രൈപോഡ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ ക്യാമറ ട്രൈപോഡിലൊക്കെ എടുത്ത് വെച്ചു. അതിൻ്റെ പ്ലേസ് റേറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ്ഡ് ദ ബാംബൂ ഗ്രോവിലേക്ക് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്യാമറ. The audience was instructed to get behind the camera and
ആൻഡ് ടു സ്റ്റാൻഡ് ആസ് ഫാർ ബാക്ക് ആസ് പോസിബിൾ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് കാണിക്കാർക്കൊക്കെ നിർദ്ദേശം കൊടുത്തു, മാക്സിമം എന്ത് ചെയ്യുക, ക്യാമറയ്ക്ക് പുറകിലേക്ക് നിൽക്കുക, കഴിയുന്നതും ക്യാമറയ്ക്ക് പുറകിലേക്ക് നിൽക്കുക എന്നുള്ള നിർദ്ദേശം കൊടുത്തു. വി ഹാഡ് ടു സ്റ്റേ റിലേറ്റീവ്ലി ക്ലോസ് ടു ദി ബാംബു ഗ്രോവ്. നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നവർ വളരെ ബാംബു ഗ്രോവിനോട് ഏറ്റവും അടുത്ത് തന്നെയാണ് ക്യാമറ സെറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നത്. ആൻഡ് ഗൂബി ആൻഡ് ഭാഗ ടു, ക്യാമറയുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ക്യാമറയുടെ ഫ്രെയിമിൽ ആരൊക്കെയുണ്ട്, ഗൂബിയും ഭാഗയും ഒക്കെ നിൽപ്പുണ്ട്. ഹാർഡ് ടു ബി വിത്തിൻ ഗ്യാറ്റ്സ് ഓഫ് ദി ക്യാമറ, അല്ലേ? അതായത് ക്യാമറയുടെ പരിസരത്തായിട്ട് ഗൂബിയും ഭാഗ, അതായത് ക്യാമറയുടെ ഫ്രെയിമിലായിട്ട് ഗൂബിയും ഭാഗയൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ ക്യാമറയ്ക്ക് പിന്നിൽ വളരെ ക്ലോസ് ആയിട്ടും ഇങ്ങനെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ എന്താണ്, കാണികളും അവിടെയൊക്കെ ഉണ്ട്. നോക്കൂ, ഫോർ ഇറ്റ് വാസ് നെസസറി ടു ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഷോട്ട് ദാറ്റ് ഷോവ്ഡ് ദം ടുഗെദർ വിത്ത് ദ ടൈഗർ. കാരണം നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ഷോട്ടെങ്കിലും എടുക്കാൻ കഴിയണം. ടൈഗറിനെയും അതുപോലെ ഗൂബിയെയും ഭാഗയെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു ഷോട്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷേ എടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ഷോട്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നന്നായിട്ട് എടുക്കാനായിട്ട് കഴിയണം, അല്ലേ? ഗൂബിയും ഭാഗയും കാണണം ഫ്രെയിമിനകത്ത്, ഒപ്പം ടൈഗറും കാണണം. അപ്പോൾ ഈ 3 കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ 3 അഭിനേതാക്കളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു ഷോട്ടെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് കഴിയണം. അതാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ക്യാമറയൊക്കെ വളരെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് നമ്മളെന്താണ് എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കൂ, അപ്പോൾ ഇനി പറയേണ്ടത് 16ാമത്തെ പാരഗ്രാഫാണ്. ഓക്കെ, നോക്കാം. ഓക്കെ, നമുക്ക് 16ാമത്തെ പാരഗ്രാഫ് പഠിക്കാം. Mr. Thorett's men had fixed a 5-foot iron rod to the ground about 30 feet from the area where the tiger was supposed to take a walk. They took a thin, long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. The other end was tied firmly to the visible portion of the iron rod. The door of one of the cages was unfastened and Mr. Thorett called out to the tiger. It responded almost at once and sprang out of its cage to land on the open space outside. What followed was totally unexpected. One look at Mr. Thorett's startled and helpless face told us that he was as taken aback as the rest of us. Instead of walking sedately in a dignified manner, the tiger started prancing around with a tremendous enthusiasm. It leaped, it jumped, it rolled about, dragging its poor trainer, who was separately clutching the wire tied to the tiger's collar in a futile attempt to bring it under control. We stood around foolishly, watching a new and strange kind of circus which we were getting to see for free. The camera was still standing on its 3 legs, staring into the wood. But the tiger was showing no sign of making its way there. അപ്പോൾ എന്താണ് 15ാമത്തെ പാരഗ്രാഫ്, 16ാമത്തെ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നോക്കാം. കുറച്ചധികം കാര്യങ്ങൾ അവിടെ സംഭവിച്ചു, നമ്മൾ വായിച്ചപ്പോൾ തന്നെ പിടികിട്ടി. Mr. Thorett's men had fixed a 5-foot iron rod to the ground. അപ്പോൾ എന്താണ് മിസ്റ്റർ തോററ്റ്സ് മെൻ, മിസ്റ്റർ തോററ്റിൻ്റെ ആൾക്കാർ, കൂടെ വന്ന ആൾക്കാർ, ഹാഡ് ഫിക്സ്ഡ് എ 5-foot iron, 5 അടിയോളം നീളമുള്ള ഇരുമ്പ് കമ്പികൾ എന്ത് ചെയ്തു, ടു ദി ഗ്രൗണ്ടുകളിൽ എന്ത് ചെയ്തു, അടിച്ചു വെച്ചു, അല്ലേ? എവിടെയാണ്? എബൌട്ട് 30 feet ഫ്രം ദി ഏരിയ വെർ ദ ടൈഗർ വാസ് സപ്പോസ്ഡ് ടു ടേക്ക് എ വാക്ക്. അപ്പോൾ എന്താണ്, ടൈഗറിനെ പുറത്തേക്ക് ഇറക്കി വിടുമ്പോൾ അവൻ നടക്കാനും സഞ്ചരിക്കാനും സാധ്യതയുള്ള ഒരു എത്ര ഫീറ്റ്, ഒരു 30 feet, ഒരു 30 അടിയോളം ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തു, നിലത്ത് പല ഭാഗത്തായിട്ട് ഇരുമ്പ് കമ്പികൾ 5 അടിയോളം വലിയ നീളം വരുന്ന എന്ത് ചെയ്തു, ഇരുമ്പ് കമ്പികൾ അടിച്ചു നിർത്തി. മിസ്റ്റർ തോററ്റിൻ്റെ ആൾക്കാർ അടിച്ചു നിർത്തി. എന്തിനായിരിക്കാം? വേറൊന്നിനും അല്ല, ടൈഗർ ദൂരേക്കൊന്നും പോകാതിരിക്കാൻ എന്ത് ചെയ്യും,
ഇതിൽ എന്ത് ചെയ്യും, ചെറിയൊരു നിയന്ത്രണം കിട്ടും. ഈ പറയുന്ന കമ്പികളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വയർ കൊരുത്തിട്ട് ആ വയറിൻ്റെ ഒരു അകലം കടുവയുടെ കഴുത്തിലിട്ടിരുന്നാൽ മാത്രം മതി. അത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ വിട്ടത് പോകത്തില്ല. അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് പല ഭാഗത്തായിട്ട് കമ്പികളൊക്കെ അടിച്ച് നിർത്തി. They took a thin, long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. എന്നിട്ട് എന്ത് ചെയ്തു, അവർ എന്താണ് വളരെ നേർത്ത ബലമുള്ള ഒരു വയറെടുത്തു. ആ വയറിൻ്റെ ഒരു ഭാഗം ഈ പറയുന്ന നേരത്തെ പറഞ്ഞ കഴുത്തുപട്ടം ഉണ്ടല്ലോ, പ്രത്യേക സ്പെഷ്യൽ കോളർ, ആ കോളറിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. ആ കോളർ ആര് ധരിച്ചിട്ടുമുണ്ട്? കടുവ ധരിച്ചിട്ടുമുണ്ട്. ദ അതർ എൻഡ് വാസ് ടൈഡ് ഫേംലി ടു ദി വിസിബിൾ പോർഷൻ ഓഫ് ദി അയൺ റോഡ്. മറ്റൊരു ഭാഗം, ആ വയറിൻ്റെ മറ്റേ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ഈ അയൺ റോഡ്, നിലത്ത് അടിച്ചു നിർത്തിയിരിക്കുന്ന അയൺ റോഡിൻ്റെ വിസിബിൾ പോർഷനിലായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് സംഭവം? അപ്പോൾ ഈ കമ്പി അടിച്ചു നിർത്തിയിരിക്കുകയാണ്, കമ്പി അടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഈ കമ്പിയുടെ വിസിബിൾ പോർഷനിലായിട്ട്, അതായത് കാണാൻ കഴിയുന്ന ഭാഗം, മുകൾ ഭാഗത്തായിട്ട് ഈ പറയുന്ന കഴുത്തുപട്ടയിൽ നിന്നും കെട്ടിയ വലിച്ച ഒരു വയറിൻ്റെ ബാക്കി ഭാഗം ഈ പറയുന്ന കമ്പിയുടെ മുകൾ ഭാഗത്തും കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ വയറിൻ്റെ മറ്റൊരു ഭാഗം, മറ്റേ എൻഡ് എന്ന് പറയുന്നത് കടുവയുടെ കഴുത്തിൽ കിടക്കുന്ന കഴുത്തുപട്ടയിൽ ഇങ്ങനെ കോളറിൽ ഇങ്ങനെ ഘടിപ്പിച്ചിരിക്കുകയാണ്. അതായത് വേറൊന്നുമല്ല, കടുവ എന്ത് ചെയ്യാൻ പാടില്ല, ഇവരുടെ പരിസരം വിട്ട് ദൂരോട്ടെടുത്ത് ചാടി പോകാനായിട്ട് പാടില്ല, ആൾക്കാരെയൊന്നും ഉപദ്രവിക്കാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ ഈ വയർ ക്യാമറയിൽ കാണില്ല, അതിനെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വയറിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടു നോക്കണം. അതുകൊണ്ട് തന്നെ ആ വയറൊന്നും എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന ക്യാമറയിൽ വിസിബിൾ ആകത്തില്ല. നോക്കൂ. അപ്പോൾ മിസ്റ്റർ തോററ്റിൻ്റെ ആൾക്കാർ ഒരു ഇരുമ്പ് തണ്ട് എന്ത് ചെയ്തു, നിലത്തടിച്ച് നിർത്തി. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വിസിബിൾ പോർഷനിലായിട്ട് ഒരു വയറ് കെട്ടി. ആ വയറിൻ്റെ മറ്റേ അഗ്രം ഒരു കഴുത്തുപട്ടയിൽ ഘടിപ്പിച്ച് ആരുടെ കഴുത്തിലിട്ടേക്കാണ്? കടുവയുടെ കഴുത്തിൽ ഇട്ടിരിക്കുകയാണ്. അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ബാക്കി പറയാം. നോക്കൂ. ഓക്കെ. ദ ഡോർ ഓഫ് one of the cages was unfastened and Mr. തോററ്റ് called out to the tiger. നോക്കൂ, അദ്ദേഹം ഈ കടുവയെ കൊണ്ടുവന്ന കേജിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുകയും കടുവയെ പുറത്തേക്ക് വിളിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇറ്റ് റെസ്പോണ്ടഡ് ഓൾമോസ്റ്റ് അറ്റ് വൺസ് ആൻഡ് സ്പ്രാങ് ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ് ടു ലാൻഡ് ഓൺ എ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. അതെന്ത് ചെയ്തു? കടുവ ഉടനെ തന്നെ എന്ത് ചെയ്തു, എടുത്ത് പുറത്തുള്ള ഓപ്പൺ സ്പേസിലേക്ക് എടുത്തങ്ങ് എന്ത് ചെയ്തു, ചാടി വന്നു. വാട്ട് ഫോളോവേഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. അല്ലേ? എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പിന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ അപ്രതീക്ഷിതമായിരുന്നു. വൺ ലുക്ക് അറ്റ് മിസ്റ്റർ തോററ്റ്സ് startled and helpless face told us that he was as taken aback as the rest of us. അപ്പോൾ എന്താണ്? ഇപ്പോൾ മിസ്റ്റർ തോററ്റിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായിട്ടും എന്തായി നിൽക്കുകയാണ്? അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം വിട്ടു നിൽക്കുകയാണ്. കാരണം കടുവ എടുത്ത് ചാടി. നോക്കൂ, ബാക്കി പറയാം. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി ഇൻ എ ഡെഗ്നിഫൈഡ് മാനർ. നോക്കൂ, വളരെയധികം ഡെഗ്നിഫൈഡ് ആയിട്ട്, വളരെയധികം വളരെയധികം മാന്യതയോടുകൂടി വളരെ നല്ല രീതിയിൽ നടക്കുന്നതിന് പകരമായിട്ട് കടുവ എന്ത് ചെയ്തു? ടൈഗർ സ്റ്റാർട്ടിൽഡ് പ്രാൻസിങ് അറൗണ്ട് ദി ട്രമൻഡസ് എന്തൂസിയാസം. അല്ലേ? എല്ലാവരിലും ഭീതിജനകമായിട്ടുള്ള ഒരു ആകാംക്ഷ, ഭീതിപരമായിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കുകയും അവിടെയൊക്കെ എടുത്ത് ചാടി അലറുകയും ഒക്കെ എന്ത് ചെയ്തു. പിന്നെന്താണ് നോക്കാം. The tiger startled prancing around the tremendous enthusiasm. It leaped, it jumped, it rolled about, dragging its poor trainer, who was separately clutching the wire tied to the tiger's collar in a futile attempt to bring it under control. അപ്പോൾ നോക്കിയാണ് സംഭവം. കടുവ പുറത്തേക്ക് എടുത്ത് ചാടുകയും അവിടെ കിടന്ന് അലറുകയും എടുത്ത് പൊങ്ങിച്ചാടുകയും ഉരുളുകയും വളരെയധികം ഭീകരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മുടെ മിസ്റ്റർ തോററ്റ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്.
അതെന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ഇങ്ങനെ നിരാശനായിട്ട് തൻ്റെ കയ്യിൽ താൻ ശ്രമിച്ച ചെയ്ത ആദ്യത്തെ ജോലി, ആദ്യത്തെ ശ്രമം തന്നെ പരാജയപ്പെട്ടു പോയല്ലോ, ഒരു ഫട്ടിൽ അറ്റംപ്റ്റ് ആയി പോയല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയും ഒപ്പം എങ്ങനെയെങ്കിലും ഇതിനെ തൻ്റെ വരുതിക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, വി സ്റ്റുഡ് അറൗണ്ട് ഫൂളിഷ്ലി വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ് വിച്ച് വി വെയർ ഗെറ്റിംഗ് ടു സീ ഫോർ ഫ്രീ. അപ്പോൾ എന്താണ്, നമ്മളെല്ലാവരും എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ്. നമ്മൾ സംവിധായകൻ ആയിട്ടുള്ള ഞാൻ, അതുപോലെ മറ്റ് പ്രവർത്തകരെല്ലാവരും ചുറ്റുപാടും ഇങ്ങനെ നിൽക്കുകയാണ്, ക്യാമറയുടെ ചുറ്റുപാടും നിൽക്കുകയാണ്. വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ്. എന്താ കാണുന്നത്? ഒരു പുതിയതും അതുപോലെ തന്നെ അപരിചിതവുമായിട്ടുള്ള ഒരു സർക്കസ് കാണുന്നത് പോലെ നമ്മളിങ്ങനെ വിഡ്ഢികളെ പോലെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. നോക്കൂ, ദ ക്യാമറ വാസ് സ്റ്റിൽ സ്റ്റാൻഡിങ് ഇറ്റ്സ് 3 ലെഗ്സ്. അപ്പോഴും ക്യാമറ അതിൻ്റെ 3 കാലുകളിൽ അങ്ങനെ ഇരിപ്പാണ്. സ്റ്റിയറിങ് ഇൻ ടു ദി വുഡ്, എവിടേക്ക് തുറിച്ച് നോക്കിക്കൊണ്ട്, വനത്തിലേക്ക്, അതായത് ആ കാട്ടിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ക്യാമറ ഇങ്ങനെ ഇരിക്കുകയാണ്. ബട്ട് ദ ടൈഗർ വാസ് ഷോയിങ് നോ സൈൻ ഓഫ് മേക്കിംഗ് ഇറ്റ്സ് വേ ദെയർ. പക്ഷേ ടൈഗറിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള സൈൻസും ഇല്ല, നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണവും അപ്പോൾ ഉണ്ടായില്ല. ടൈഗർ എന്ത് ചെയ്യാണ്, കടുവ മൊത്തത്തിൽ എന്ത് ചെയ്യാണ്, കടുവ മൊത്തത്തിൽ പ്രശ്നക്കാരനായിട്ട് നിൽക്കുകയാണ്. അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയും, ബഹളം മീൻസ് എന്താണ്, അലറുകയും ചാടുകയും കുതിക്കുകയും അതുപോലെ തന്നെ ഉരുളുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അവരുടെ വരുതിക്ക് ആര് വരുന്നില്ല, നമ്മുടെ ഈ ടൈഗർ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് 16ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് 17ാമത്തെ പാരഗ്രാഫ് നോക്കാം. Once the tiger had calmed down, we managed to take the few shots we needed. This should have been the end of the story. But when we returned to Calcutta and looked at the scenes with the tiger, we realized that the camera had failed to work properly. ഓക്കെ, 17ാമത്തെ പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ എന്താണ് പറയുന്നത്? വൺസ് ദ ടൈഗർ ഹാഡ് കാംഡ് ഡൗൺ. അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു, ടൈഗർ കുറച്ചൊന്ന് ശാന്തനായപ്പോൾ വി മാനേജ്ഡ് ടു ടേക്ക് ദ ഫ്യൂ ഷോട്ട്സ് വി നീഡഡ്. നമുക്ക് വേണ്ടതായിട്ടുള്ള ഷോട്ടുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, കടുവയെ വെച്ച് എടുത്തു. ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദി സ്റ്റോറി. ആ എടുത്ത ഷോട്ടുകളെല്ലാം കഥയുടെ അവസാന ഭാഗമാണ്, അതായത് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, അവസാന ഭാഗത്തിലാണ് കടുവയെ വേണ്ടിയിരുന്നത്. ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തു, ഷൂട്ട് ചെയ്തെടുത്തു. ബട്ട് വെൻ വി റിട്ടേൺ ടു കൽക്കട്ട ആൻഡ് ലുക്ക് അറ്റ് ദ സീൻസ് വിത്ത് ദ ടൈഗർ. നമ്മൾ തിരിച്ചെവിടേക്ക് പോയി, കൽക്കട്ടയിലേക്ക് തിരിച്ചു പോയി ടൈഗറിനെ വെച്ചെടുത്ത സീനുകൾ കണ്ടു നോക്കിയ സമയത്ത് വി റിയലൈസ്ഡ് ദാറ്റ് ദ ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. അപ്പോഴാണ് ആ സത്യം മനസ്സിലായത്, ക്യാമറ എന്ത് ചെയ്തില്ല, നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ല. അല്ലേ, ഇന്നത്തെ പോലുള്ള ഡിജിറ്റൽ ക്യാമറ അല്ല, എടുത്തുടനെ കണ്ടു നോക്കുവാനും ഒന്നുമുള്ള സൗകര്യങ്ങളില്ല. അല്ലേ, ഡിജിറ്റൽ ക്യാമറ അല്ല യൂസ് ചെയ്യുന്നത്, ഫിലിം ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ എടുത്ത രംഗങ്ങൾ കാണണമെങ്കിൽ ഇതെന്ത് ചെയ്യണം, ഈ ഫിലിംസ് കൊണ്ടുപോയി എന്ത് ചെയ്യണം, പ്രൊജക്ടറിൽ കൊണ്ടുപോയി, സൗകര്യമുള്ള സ്ഥലത്ത് പ്രൊജക്ടറിൽ കൊണ്ടുപോയി ഇട്ട് നോക്കണമെങ്കിലേ കാണത്തുള്ളൂ. ഇന്നാണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ പോലെ എന്ത് ചെയ്യാം, ഡിജിറ്റൽ ക്യാമറയിൽ തന്നെ നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം, ശരിയായില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും എടുക്കാം. പക്ഷേ അന്ന് അങ്ങനെയല്ല, ഇതെല്ലാം ഷൂട്ട് ചെയ്ത് നേരെ കൽക്കട്ടയിലേക്ക് തിരിച്ചു ചെന്ന് ഒന്നുകൂടി എടുത്ത രംഗങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലായത് ക്യാമറ ആ സമയത്ത് നല്ല രീതിക്ക് വർക്കായിട്ടില്ല. എന്താ സംഭവം? ദ ഷോട്ട്സ് വെയർ ടു ഡാർക്ക്. എടുത്ത രംഗങ്ങളെല്ലാം വളരെ ഇരുണ്ട് പോയിരിക്കുന്നു. സോ മച്ച് സോ ദാറ്റ് ദ ടൈഗർ വാസ് മെർജിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ട്രീസ് ആൻഡ് ലീവ്സ്. എന്തൊക്കെയാണ്? മരങ്ങളുടെയും ഇലകളുടെയും പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യാണ്, നമ്മുടെ കടുവയുടെ രംഗങ്ങൾ, കടുവയെ പൂർണ്ണമായിട്ടും ഇരുട്ടിലായിരിക്കുന്നു, കടുവ എന്തിരിക്കുന്നു, മറഞ്ഞു പോയിരിക്കുന്നു, അല്ലെങ്കിൽ ബ്ലറർ ആയി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും വ്യക്തമല്ല. നോക്കൂ, വി ഹാഡ് ടു ഷൂട്ട് സീൻസ് ആൾ ഓവർ അഗെയിൻ. പിന്നെന്താ സംഭവം? ഇനി ഈ രംഗങ്ങളെല്ലാം ഒന്നുകൂടി ഷൂട്ട് ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ ആ രംഗങ്ങളെല്ലാം ഒന്നുകൂടി ഷൂട്ട് ചെയ്തു. വി സ്പോക്ക് ടു മിസ്റ്റർ തോററ്റ് ആൻഡ് ഹി അഗ്രീഡ് ടു ഗീവ് ഇറ്റ് അനദർ ഗോ. നമ്മൾ എന്ത് ചെയ്തു, മിസ്റ്റർ തോററ്റിനോട് കാര്യം പറഞ്ഞു, അയാൾ വീണ്ടും വരാമെന്ന് എന്ത് ചെയ്തു, സമ്മതിച്ചു. വി ഫൗണ്ട് അനദർ ബാംബു ഗ്രോവ് ക്ലോസർ ടു കൽക്കട്ട ഇൻ എ വില്ലേജ് കാൾഡ് ബോറൽ. ബോറൽ എന്ന് പറയുന്ന വില്ലേജിൽ, കൽക്കട്ടയിലെ ബോറൽ എന്ന് പറയുന്ന വില്ലേജിൽ മറ്റൊരു ബാംബു ഗ്രോവ് നമ്മൾ കണ്ടെത്തി. അവിടേക്ക് എന്ത് ചെയ്യാണ്, ഷൂട്ടിങ്ങിനായിട്ട് പോവുകയാണ്.
ദ ലോറി അറൈവ്ഡ് ഓൺസ് മോർ, വീണ്ടും ആ ലോറി ഒന്നുകൂടി വന്നു. വിത്ത് മിസ്റ്റർ തോററ്റ്, ദ ടൈഗർ, ദ സ്റ്റീൽ വയർ, ദ സ്പെഷ്യൽ കോളർ ആൻഡ് അയൺ റോഡ്. എന്തൊക്കെയാണ്? ആ നിലത്തടിച്ച് നിർത്തിയ അയൺ റോഡ്, അതുപോലെ സ്പെഷ്യൽ കോളർ, അതുപോലെ സ്റ്റീൽ വയർ, ടൈഗർ, ലോറി, മിസ്റ്റർ തോററ്റ് ഒന്നുകൂടി എന്ത് ചെയ്തു? ഇതെല്ലാം എന്ത് ചെയ്തു? ഒന്നുകൂടി ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വീണ്ടും എത്തപ്പെട്ടു. വി ടോൾഡ് ദ വില്ലേജേഴ്സ്, നോക്കൂ, ആൻഡ് ഒരു ലൈൻ അതിനകത്ത് സ്കിപ്പായി, ഞാൻ വായിക്കാം. അപ്പോൾ എന്താണ്? ലോറി അറൈവ്ഡ് ഒൺസ് മോർ, എന്ത് ചെയ്തു? ലോറി എന്ത് ചെയ്തു? അവിടേക്ക് എല്ലാം സംഭവങ്ങളുമായിട്ട് വീണ്ടും അവിടേക്ക് എത്തി. വിത്ത് മിസ്റ്റർ തോററ്റ്, ദ ടൈഗർ, ദ സ്റ്റീൽ വയർ, ദ കോളർ, ദ സ്പെഷ്യൽ കോളർ ആൻഡ് ദ അയൺ റോഡ്. ഓക്കെ. ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ വോൾ വില്ലേജ്, അല്ലേ? ലോറിയും എന്ത് ചെയ്തു? അവിടെ ആ വില്ലേജിലേക്ക് എത്തി. എല്ലാം വന്നു, ലോറിയും ഈ ആൾക്കാരും ഈ സ്പെഷ്യൽ സാധനങ്ങളും എല്ലാം അവിടേക്ക് എത്തി. വി ടോൾഡ് ദ വില്ലേജേഴ്സ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet. അപ്പോൾ എന്താണ്? അവിടെ ഉണ്ടായിരുന്ന വില്ലേജേഴ്സിനോട് നമ്മൾ പറഞ്ഞു, എന്താണ്? നിങ്ങൾ കഴിയുന്നതും ഏകദേശം ഒരു 70 അടിയോളം ദൂരേക്ക് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. നോ ഓൺ പെയ്ഡ് എനി അറ്റൻഷൻ ടു വാട്ട് ദേ വെയർ ടോൾഡ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞതെന്നുള്ള യാതൊരു ശ്രദ്ധയും എന്ത് ചെയ്തില്ല? അവർ കൊടുത്തില്ല. നമ്മൾ പറഞ്ഞ കാര്യത്തിന് യാതൊരു ശ്രദ്ധയും അവർ കൊടുത്തില്ല. അവരോട് ദൂരോട്ടൊന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടും അവരെന്ത് ചെയ്യില്ല? അതെന്ത് ചെയ്യില്ല? ശ്രദ്ധിച്ചില്ല. ദ എൻറ്റയർ ക്രൗഡ് മൂവ്ഡ് ആസ് ക്ലോസ് ടു ദി ക്യാമറ ആസ് ദേ കുഡ്. എല്ലാ ക്രൗഡും, എൻറ്റയർ ക്രൗഡ്, മൊത്തം ആൾക്കാരും കഴിയുന്നത്ര ക്യാമറയോട് ബാക്കിൽ എന്ത് ചെയ്തു? ഇങ്ങനെ ചേർന്ന് നിന്നു. നോക്കൂ, വി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ് എനി മോർ ടൈം എക്സ്പ്ലൈനിങ് ആൻഡ് ആർഗ്യൂയിങ്. കാരണം എന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? ഇനി കളയാനായിട്ട് സമയമില്ല. പോയി കാര്യം പറഞ്ഞു കൊടുക്കാനോ, കാര്യം പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുക്കാനോ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി അവരോട് സംസാരിച്ച് എന്താണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അവരോട് വഴക്കിടാനോ ഒന്നും നമുക്ക് സമയമില്ലായിരുന്നു. സോ വി ഗോട്ട് ദ ക്യാമറ റെഡി ആൻഡ് സിഗ്നൽഡ് ടു മിസ്റ്റർ തോററ്റ്. നമ്മൾ ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ചു. മിസ്റ്റർ തോററ്റിന് എന്ത് ചെയ്തു? സിഗ്നൽ കൊടുത്തു. ഷൂട്ട് ചെയ്യാൻ സമയമായി, ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ചു. നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. നോക്കൂ, ഹി ഓപ്പൺഡ്, 18ാമത്തെ പാരഗ്രാഫാണ്. ഹി ഓപ്പൺഡ് ദ ഡോർ ഓഫ് ദി കേജ്. അങ്ങനെ നമ്മുടെ മിസ്റ്റർ തോററ്റ് എന്ത് ചെയ്യുമ്പോൾ ഈ കൂടിൻ്റെ കടുവയെ കൊണ്ടുവന്നു. രണ്ടാമത് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. കടുവയുടെ ഡോർ ഓപ്പൺ ചെയ്തു. അപ്പോൾ എന്താണ്? ദ ഇൻസ്റ്റൻറ്റ് ദ ഡോർ ഓപ്പൺഡ് വിത്ത് ക്ലാങ്, ഔട്ട് ടൈഗർ എമർജ്ഡ് വിത്ത് അവർ ടൈഗർ എമർജ്ഡ് വിത്ത് എ ലൗഡ് റോർ ആൻഡ് ചാർജ് സ്ട്രൈറ്റ് അറ്റ് ദി വില്ലേജേഴ്സ് ഗാദേർഡ് ബിഹൈൻഡ് ദ ക്യാമറ. നോക്കൂ, അപ്പോൾ ദ ഇൻസ്റ്റൻറ്റ് ദ ഡോർ ഓപ്പൺഡ് വിത്ത് ക്ലാങ്. ക്ലാങ് മീൻസ് ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന ശബ്ദമാണ്. അപ്പോൾ ക്ലാങ് ശബ്ദത്തോടു കൂടി ഡോർ ഇങ്ങനെ ഓപ്പണായി വന്നപ്പോൾ അവർ ടൈഗർ എമർജ്ഡ് വിത്ത് ലൗഡ് റോർ. നമ്മുടെ എന്താണ്? ടൈഗർ എമർജ്ഡ് വിത്ത് ലൗഡ് റോർ, എന്താണ്? വളരെ ഉറക്കെ അലറിക്കൊണ്ട് എന്ത് ചെയ്തു? എടുത്തങ്ങ് ചാടി. എന്താ? ആൻഡ് ചാർജഡ് സ്ട്രൈറ്റ് അറ്റ് ദി വില്ലേജേഴ്സ് ഗ്യാദേർഡ് ബിഹൈൻഡ് ദ ക്യാമറ. ക്യാമറയ്ക്ക് പിന്നിൽ ഇങ്ങനെ ഗ്യാദർ ചെയ്ത് കൂടിക്കിടന്ന ആരുടെ അടുത്തേക്ക്? വില്ലേജേഴ്സിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്തു? നമ്മുടെ ആരുടെ അടുത്തങ്ങ് ചാടി? കടുവ എടുത്തങ്ങ് ചാടുകയും ചെയ്തു. നോക്കൂ, the crowd consisting of about 150 people melted away as if by magic. നോക്കൂ, അപ്പോൾ എന്താണ് സംഭവം? കടുവ ആൾക്കാരുടെ ഇടയിലേക്ക് ഫ്രണ്ടിലേക്ക് എടുത്ത് ചാടിയ സമയത്ത് ദ ക്രൗഡ് കൺസിസ്റ്റിംഗ് ഓഫ് എബൌട്ട് 150 പീപ്പിൾ, ഏകദേശം 180ഓളം ആൾക്കാർ ആ ക്രൗഡിലുണ്ടായിരുന്നു, ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മെൽറ്റഡ് അവേ ആസ് ഇഫ് ബൈ മാജിക്, ഒരു മാന്ത്രികം എന്ന പോലെ എല്ലാം മെൽറ്റഡ് അവേ, എല്ലാം മഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ എല്ലാം ഓടി, കണ്ടം വഴി ഓടി. കടുവ എടുത്ത് ചാടിയ സമയത്ത് ആൾക്കാരെല്ലാം ഓടി ഒളിച്ചു കളഞ്ഞു. ഓടി, ഒരു മാജിക് എന്ന പോലെ എല്ലാം മാഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ എല്ലാം ഓടി ഒളിച്ചു. After that great burst of energy, the tiger calmed down very quickly. Like an obedient child, it walked over to the spot we had chosen, placed about quietly as it was required to, and then ambled back to its trainer. അപ്പോൾ എന്താണ്? ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബസ്റ്റ് ഓഫ് എനർജി, അപ്പോൾ ആ ഒരു ബഹളമൊക്കെ കഴിഞ്ഞ ശേഷം ദ ടൈഗർ കാംഡ് ഡൗൺ വെരി ക്വിക്ക്ലി. എന്താണ്? ടൈഗർ പെട്ടെന്ന് വളരെ ശാന്തനായി മാറി. ലൈക്ക് ആൻ ഒബീഡിയൻറ്റ് ചൈൽഡ്, ഒരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ. ഇറ്റ് വാക്ക്ഡ് ഓവർ ടു ദി സ്പോട്ട് വി ഹാഡ് ചൂസൺ, നമ്മൾ കാട്ടിക്കൊടുത്ത സ്ഥലത്തുകൂടി എന്ത് ചെയ്തു? നടക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്തു.
placed about quietly as it was required to, and then ambled them back to its trainer. അപ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ എന്ത് ചെയ്തു, പിന്നീട് ചെയ്തു, അതിനുശേഷം അഭിനയിച്ചു, അതിനുശേഷം എന്ത് ചെയ്തു, തിരികെ അതിൻ്റെ ട്രെയിനറിൻ്റെ അടുത്തേക്ക് തിരിച്ച് നടന്നു ചെന്നു. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം. ഇനി ഈ പ്രാവശ്യം ക്യാമറ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് അറിഞ്ഞത് വിച്ച് വി റിയലൈസ്ഡ് 2 days later when we returned to Calcutta and saw the scenes we had to shoot. നമ്മൾ കൽക്കട്ടയിലേക്ക് തിരികെ പോയി കണ്ട രംഗങ്ങൾ, ഷൂട്ട് ചെയ്ത രംഗങ്ങൾ ഒന്നുകൂടി കണ്ടു നോക്കിയപ്പോഴാണ് ഈ തവണ ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്തു എന്ന് മനസ്സിലായത് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ വട്ടം എന്ത് ചെയ്തു, നന്നായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അത് ഷൂട്ട് ചെയ്തു. അത് തിരിച്ച് 2 ദിവസം കഴിഞ്ഞു കൽക്കട്ടയിലേക്ക് തിരികെ ചെന്ന രംഗങ്ങൾ കണ്ടു എന്നാണ് എന്ത് ചെയ്യുന്നത്, സത്യത്രേ ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പുസ്തകം നന്നായിട്ട് വായിച്ചു നോക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലെ ഓർമ്മകളിൽ നിന്നും അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ഇതൊരു അദ്ദേഹത്തിൻ്റെ സിനിമാ ഓർമ്മകളിൽ നിന്നും മുറിച്ചെടുത്ത, നമുക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുത്തൊരു ചെറിയ ഭാഗമാണ്. എല്ലാവരും വായിച്ചു നോക്കുക, പഠിക്കുക. താങ്ക് യു വെരി മച്ച്.